വള്ളംകളിയുടെ തുഴ നിയന്ത്രിക്കുന്നത്, അതിൻ്റെ തുഴക്കാരായിട്ട് വരാൻ പോകുന്നത് രണ്ട് പ്രതിഭാധനരായിട്ടുള്ള ആളുകളാണ്. ഒരാൾ നമ്മുടെ പഴയകാല സുഹൃത്താണ്, കുറച്ച് നാളിന് ശേഷം ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഐപ്പ് വള്ളിക്കാടൻ എന്നാണ് പേര്, പ്രേക്ഷകർക്കറിയാം. ഐപ്പ് വള്ളിക്കാടനും നമ്മുടെ പുന്നപ്ര ജ്യോതികുമാറും, അതായത് വള്ളംകളിയുടെ എല്ലാ കാലത്തെയും കമൻറ്റേറ്റർമാരുടെ കുലപതിയാണ് നമ്മുടെ പുന്നപ്ര ജ്യോതികുമാർ. ഒപ്പം കമൻട്രി ബോക്സിൽ ഉണ്ടാവുന്നത് നമ്മുടെ ഐപ്പ് വള്ളിക്കാടനാണ്. ഐപ്പ് വള്ളിക്കാടൻ, ഗുഡ് മോർണിംഗ്. നമസ്കാരം. സന്തോഷം. ഏറെ കാലത്തിന് ശേഷമാണ് ഞാൻ ഐപ്പിനെ കാണുന്നത്. നമ്മൾ അവസാനം പിരിയുന്നത് ഏഷ്യാനെറ്റും കഴിഞ്ഞ് നമ്മളിടയ്ക്ക് കാര്യവട്ടത്ത് കണ്ടു. അപ്പോൾ ഏഷ്യാനെറ്റിലൊക്കെ ഉള്ള സമയത്തും നമ്മൾ നല്ല സുഹൃത്തുക്കളാണ്. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്വതന്ത്രമായ പ്രസ്ഥാനം നടത്തുന്നു, സ്വതന്ത്രമായി ജീവിക്കുന്നു. അപ്പോൾ മാത്രമല്ല, വള്ളംകളിയുടെ കമൻട്രി ആര് വേണമെന്ന് ഇപ്പോൾ നമ്മുടെ ജിമ്മി പറഞ്ഞത്, അതിൽ പിന്നെ നമുക്ക് വേറെ സംശയമൊന്നുമില്ലല്ലോ, ഐപ്പിനെ തന്നെ വിളിച്ചേക്കാം എന്ന് പറഞ്ഞു. എന്നാലും ഐപ്പാണ് ഇനി അങ്ങോട്ട് വള്ളംകളിയുടെ തുഴ നിയന്ത്രിക്കാൻ പോകുന്നത്. നമ്മൾ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ് റിപ്പോർട്ടർ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ 21 ചുണ്ടൻ വള്ളങ്ങളും മത്സരത്തിൽ ജയിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അതെ, 75 കളിവള്ളങ്ങളും ജയിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. മൊത്തം 75 കളിവള്ളങ്ങളുണ്ട്, ഇരുട്ടൂത്തിയും ഓടിയും തെക്കനോടിയും ചുരുളും എല്ലാം അടക്കം. അതിൽ ചുണ്ടനോടാണ് ആളുകൾക്ക് കൂടുതൽ പ്രിയം. അപ്പൊ 21 ചുണ്ടൻ വള്ളങ്ങൾ, അതിൽ 16 ചുണ്ടൻ വള്ളങ്ങൾക്ക് സമ്മാന ട്രോഫി ഉണ്ട്. കാരണം ലൂസേഴ്സ് ഫൈനൽ കൊണ്ട് ഇണക്കെടുത്ത് കഴിഞ്ഞാൽ 16ാമത്തെ ചുണ്ടൻ വള്ളം മുതൽ അങ്ങോട്ട് കയറും. മുമ്പൊക്കെ വള്ളപ്പാടുകൾക്ക് അകലെ ജയിച്ചാൽ മാത്രമേ കാര്യമുള്ളൂ. ഇപ്പൊ വള്ളപ്പാട് അകലെ ഫോട്ടോ ഫിനിഷ് മാത്രമല്ല, സമയം എത്രത്തോളം കുറച്ചെടുക്കുമോ അവരാണ് 4 ഫൈനലിസ്റ്റുകളാകുക. അതിൽ നിന്നാണ് ഏറ്റവും മികച്ച ദൂരം കണ്ടെത്തുന്ന ആളെ. ഹീറ്റ്സ് മുതൽ സമയമാണ് നിശ്ചയിക്കുന്നത്. ഫൈനലാണ്. ഹീറ്റ്സിൽ പോലും 2 വള്ളങ്ങളെ ഉള്ളെങ്കിലും അതിന് എത്രത്തോളം സമയം കുറച്ച് ജയിപ്പിക്കാൻ കഴിയുമോ അതാണ് വള്ളങ്ങളുടെ വിജയം എന്ന് പറയുന്നത്. പുനഃപ്രചോദി നമുക്ക് നമ്മളൊരു കളർഫുൾ ആക്കാൻ തീരുമാനിച്ചു. ഇപ്പൊ പ്രേക്ഷകർ നിരവധി ആളുകൾ യൂട്യൂബിലൂടെ കമന്റുകൾ ഇടുന്നതിന്റെ ഒരു കാഴ്ച കാണാൻ ഇരിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ ചെറമുറി മുതൽ ഇങ്ങോട്ടൊരു 132 തുഴ എറിഞ്ഞാൽ നമ്മൾ 1ാം സ്ഥാനത്തേക്കോ 2ാം സ്ഥാനത്തേക്കോ ഒക്കെ വരാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും. BBC-യെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പറയും ഞങ്ങൾക്ക് 40 ദിവസത്തെ പരിചയമുണ്ട്, അത്ര ദിവസത്തെ പരിശീലനം ഉണ്ടെന്ന്. പക്ഷേ BBC-യെ സംബന്ധിച്ചിടത്തോളം ഒരു വാക്ക് അതിനുണ്ട്, ഇവിടുത്തെ ഒരു ഫോക്ക് ലാംഗ്വേജ്, അതാണ് അച്ചട്ടെന്ന് പറയും. നമ്മൾ അച്ചിട്ട എന്നൊക്കെ പറയും. ഈ അച്ചട്ടെന്ന് പറയുന്ന ചിട്ടയിലാണ് ആ വള്ളം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ്, അതിനകത്ത് യാതൊരു ദാക്ഷിണ്യം ഉണ്ടായിട്ടില്ല. ആ വള്ളത്തെ തുഴച്ചിൽക്കാർക്ക് തങ്ങൾക്ക് അനുകൂലമാക്കി വിജയം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് വരുന്നൊരു വരവാണ്. തന്നെയല്ല, BBC-യെ സംബന്ധിച്ചിടത്തോളം അതിലെ 2ാമത്തെ ഹാട്രിക്ക്, ക്യാപ്റ്റന്മാരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഹാട്രിക്ക്, ഇങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. കാരണം ക്യാപ്റ്റൻ എന്ന് ഈ BBC-ക്ക് ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത്, കരയിലല്ല ഇവർക്ക് ഒപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് BBC-യുടെ ഇക്കുറി മേൽപ്പാടത്തിലൂടെ വരവിന്റെ അടിസ്ഥാനം. ഗംഭീരമാണ്. അത് മാത്രമല്ല, 5 തവണ ജയിച്ചത് 5 വ്യത്യസ്ത വള്ളങ്ങളാണ്. അതും വലിയൊരു സംഭവമാണ്. 5 വ്യത്യസ്ത വള്ളങ്ങളിൽ തുടർച്ചയായ വിജയം നേടുക. ഇപ്പം ജോജിയേട്ടൻ പറഞ്ഞ പോലെ മിസ്റ്റർ കേരളയായിട്ട് മത്സരിച്ച ഒരു ബോഡി ബിൽഡർ അവിടെ തുഴയാൻ വേണ്ടി വന്നു. അവനോട് പറഞ്ഞു, എടാ നിനക്ക് തുഴയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, എനിക്ക് തുഴയണം, BBC-യിൽ തുഴയണം. അവനെ പണിയെടുപ്പിച്ചു. ജിമ്മിൽ പണിയെടുപ്പിക്കുന്നതൊക്കെയല്ല, വെള്ളത്തിൽ പണിയെടുപ്പിച്ചു. ഇപ്പൊ അവൻ അമരക്കാരെ തൊട്ട് താഴെ വെയിറ്റ് 10 കിലോ പോയെന്ന് തോന്നുന്നു. വെയിറ്റ് 10 കിലോ ഈ പെട്ടിക്കൂത്തിൽ നിന്ന് തുഴയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തുഴക്കാൻ ഒരാളായിട്ട് മാറിയിട്ടുണ്ട്. 1ാം തുഴയിൽ നിൽക്കുന്ന വരുൺ ശർമാച്ചൻ എന്ന് നമ്മുടെ കുട്ടനാട്ടുകാരെല്ലാം ഇപ്പൊ ഐപ്പാണെങ്കിൽ ഐപ്പച്ചൻ എന്ന് വിളിക്കും. അതുപോലെ അച്ഛൻ ചേർത്ത് വിളിക്കുന്ന ഒരു പതിവുണ്ട് കുട്ടനാട്ടുകാരുടെ, ഒരു സ്വാഭാവികമായ ഒരു റിലീജിയസ് രീതി വെച്ചിട്ട്. അങ്ങനെ അത് വരുൺ ശർമ്മയെ ശർമാച്ചനാക്കി. അപ്പൊ ശർമാച്ചൻ 1ാം തുഴ, ഇപ്പം നമ്മൾ പറയുന്നത് സൂപ്പർ സ്റ്റാർ ലയണൽ മെസ്സി ആയിക്കോട്ടെ, റൊണാൾഡോ ആയിക്കോട്ടെ, അതുപോലെ വള്ളംകളിയിൽ പ്രതിഭാധനന്മാരായിട്ട് ആൾക്കാരുണ്ട്. 2008 കാരിച്ചാല് ഇവിടെ തുഴഞ്ഞത് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് മനോഹരമായ രീതിയിൽ പരിശീലനം നേടി. അന്ന് അതിന്റെ മുമ്പിൽ ഇരുന്ന് അജി എന്ന് പറഞ്ഞ തുഴച്ചിക്കാരൻ ഇന്നും തുഴയുന്നുണ്ട്. അപ്പൊ 1ാം തുഴക്കാരൻ, പങ്കായത്തിൽ നിൽക്കുന്ന അമരക്കാരൻ, അങ്ങനെ പ്രതിഭാധനന്മാരായ നിരവധി പേരുടെ കയ്യൂറ്റിലാണ്. കയ്യൂക്ക് എന്ന് പറയത്തില്ല, ആ കയ്യൂക്കും മനസ്സും കൊണ്ടാണ് അവര് ഗംഭീരമായിട്ട് തുഴഞ്ഞു കയറാൻ പോകുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ കാത്തിരിക്കൂ. പുന്നപ്ര ജ്യോതികുമാറും നമുക്കൊപ്പം ഐപ്പ് വള്ളിക്കാടനും നമ്മുടെ പ്രമോദ് വെളിയനാടും ഒപ്പം ഞാനും പ്രേക്ഷകർക്കൊപ്പം ഉണ്ടാവും. 2 മണി മുതൽ നമ്മൾ പൊരിക്കും.